യൂറിക് ആസിഡ് കൂടുതലുള്ളത് മെയിനായിട്ട് കേരളത്തിൽ എസ്പെഷ്യലി മെയിൻ സാധനം സൗത്ത് ഇന്ത്യ എസ്പെഷ്യലി കേരളത്തിൽ കൂടി വരുന്നുണ്ട്. അത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡയറ്റ് റീസൺസ് തന്നെയാണ് കൂടുതലും കാണുന്നത്. ഡോക്ടർ, എനിക്ക് തോന്നുന്നു ഈ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊരു 40-45+ ഏജ് ഉള്ളവരിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാമിനറിയാം, മാമിനെ ഒ പിയിൽ കാണാൻ വരുന്ന കുട്ടികളിൽ പോലും ഈ ഒരു കിഡ്നി സ്റ്റോൺ ധാരാളമായിട്ട് സ്പ്രെഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ ഈ കുട്ടികളിൽ പോലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാനുണ്ടായ ഒരു സാഹചര്യം? ശരിക്കും ഈ ഒരു ലാസ്റ്റ് 2-3 decades ആയിട്ട്, ലാസ്റ്റ് ഒരു 20-30 years ആയിട്ട് നമുക്ക് കിഡ്നി സ്റ്റോണിൻ്റെ ഇൻസിഡൻസ് കൂടി വരുന്നുണ്ട് കേരളത്തിൽ, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യ എസ്പെഷ്യലി കേരളത്തിൽ കൂടി വരുന്നുണ്ട്. അത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡയറ്റ് റീസൺസ് തന്നെയാണ് കൂടുതലും കാണുന്നത്. ഒരു 10% ആൾക്കാർക്ക് ജനറ്റിക് ആയിട്ടുള്ള കോസസ് കാണാം. പക്ഷേ നമ്മൾ കൂടുതലും ഒ പി കാണുന്ന കേസസ് അതൊക്കെ ഭയങ്കര റെയർ ആയിരിക്കും. ഒ പി കാണുന്ന കേസസ് കൂടുതലും ഒരു 90% ഡയറ്റ് റിലേറ്റഡ് ആണ്. അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുന്ന കുറേ കോസസ് ആണ് കാണുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുമ്പോൾ, അതിപ്പോൾ പേഷ്യൻസിന് തന്നെ അറിയാം. കിഡ്നി സ്റ്റോൺ എന്ന് പറയുമ്പോൾ വെള്ളം കുടിച്ചാൽ മതി, നമുക്ക് അത് ഒരു ട്രീറ്റ്മെൻറ്റ് ആണെന്ന് പേഷ്യൻസിന് തന്നെ അറിയാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കുന്ന കാൽഷ്യം, ഫോസ്ഫറസ് ഇതെല്ലാം നമ്മുടെ യൂറിൻ്റെ ആ ട്രാക്റ്റിൽ ഇത് അടിഞ്ഞിരിക്കും, അതിങ്ങനെ ഡെപ്പോസിറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളം കുടിക്കുമ്പോഴത്തേക്കും അതങ്ങ് വാഷ് ഔട്ട് ആയി പോയിക്കോളും. അപ്പോൾ വെള്ളം നമ്മൾ കൂടുതലെടുത്താൽ ഇതൊരു മെയിനായിട്ട് പ്രിവെൻഷന് വേണ്ടി നമ്മൾ പറയുന്നതാണ് വെള്ളം അധികം എടുക്കണം എന്നുള്ളത്. അത് വെള്ളമായിട്ട് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വേറെ ലിക്വിഡ്സ് എടുക്കുന്നതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് വെള്ളമായിട്ട് എടുക്കുന്നതാണ്. രണ്ടാമത് പറയുന്നത് നമ്മുടെ ഡയറ്റിലുള്ള യൂറിക് ആസിഡ് സ്റ്റോൺസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് പോപ്പുലേഷനിൽ. അപ്പോൾ ഈ യൂറിക് ആസിഡ് കൂടുതലുള്ള ഫുഡ് നമ്മൾ ഒഴിവാക്കണം. യൂറിക് ആസിഡ് കൂടുതലുള്ളത് മെയിനായിട്ട് കേരളത്തിൽ എസ്പെഷ്യലി മെയിൻ സാധനം ബീഫാണ്, റെഡ് മീറ്റ്. ഇപ്പോൾ ബീഫ്, മട്ടൻ ഇതെല്ലാം നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ യൂറിക് ആസിഡിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഉള്ളത് യൂറിക് ആസിഡ് ഹൈ ആയിട്ടുള്ളത് ആൽക്കഹോൾ, മദ്യത്തിലാണ് രണ്ടാമത് കാണുന്നത്. പിന്നെ മൂന്നാമത്തത് നമ്മൾ ഷെൽ ഫിഷ്, അതായത് കൊഞ്ച്, ഞണ്ട് അങ്ങനത്തെ ഷെല്ലുള്ള ഫിഷുകൾ നമ്മൾ ഒഴിവാക്കണം യൂറിക് ആസിഡ് ഹൈ ആയിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ വെജ് ഫുഡ് നമ്മൾ പറയുന്നത് പരിപ്പ് വർഗ്ഗങ്ങൾ, കടല, അതുപോലത്തെ നട്ട്സ്, ഇതിനകത്തൊക്കെ ഹൈ യൂറിക് ആസിഡ് കാണും. അപ്പോൾ അതും എല്ലാം നമ്മൾ ഒഴിവാക്കണം യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉള്ള ആൾക്കാർ. പിന്നെ രണ്ടാമത് ഓക്സിലേറ്റ് സ്റ്റോൺസ് എന്ന് പറയുന്ന ഒരു തരമുണ്ട്. ഇത് രണ്ടുമാണ് ഏറ്റവും കോമൺ, യൂറിക് ആസിഡും ഓക്സിലേറ്റും. അപ്പോൾ ഓക്സിലേറ്റ് സ്റ്റോൺസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ചോക്ലേറ്റ്, പച്ച ഇല വർഗ്ഗങ്ങൾ, തക്കാളി ഇതെല്ലാം നമ്മൾ ഒഴിവാക്കിയാൽ ഓക്സിലേറ്റ് സ്റ്റോൺസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറയുന്നത് മൂന്നാമത്തെ ഹൈ സോഡിയം ഉള്ള ഫുഡ് നമ്മൾ ഒഴിവാക്കണം. ഹൈ സോഡിയം എന്ന് പറയുമ്പോൾ ഉപ്പ് മാത്രമല്ല, നമ്മൾ ഉപ്പ് ആക്കണം. പപ്പടം, അച്ചാർ അങ്ങനത്തെ ഉപ്പ് കൂടുതലുള്ള സാധനങ്ങൾ ഒഴിവാക്കണം. അത് കൂടാതെ നമ്മൾ അറിയാതെ ഉപ്പ് കൺസ്യൂം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബേക്കറി ഐറ്റംസ്, പ്രോസസ്ഡ് ഐറ്റംസ്, അതിനകത്തൊക്കെ ഷുഗറും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ നോട്ടീസ് ചെയ്യാറില്ല. പക്ഷെ അതിലൊക്കെ ഹൈ സോഡിയം കാണും. അപ്പോൾ ഹൈ സോഡിയം കഴിച്ചാൽ ഈ സ്റ്റോൺസ് ഉണ്ടാവാനുള്ള സാധ്യത പിന്നെയും കൂടും. അപ്പോൾ അതുകൊണ്ട് വെള്ളം നന്നായിട്ട് എടുക്കണം. രണ്ടാമത് യൂറിക് ആസിഡ് ഒഴിവാക്കണം, ഓക്സിലേറ്റ് ഒഴിവാക്കണം, പിന്നെ ഹൈ സോഡിയം. എസ്പെഷ്യലി ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ്, ഇപ്പോൾ ലാസ്റ്റ് ഒരു 3 months ആയിട്ട് നല്ല മഴയാണ്. അപ്പോൾ പൊതുവേ ആളുകളിലൊക്കെ വെള്ളം കൂടി വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഈവൻ ഞാനാണെങ്കിൽ പോലും ഇപ്പോൾ ദാഹിച്ചാൽ വെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെന്നിട്ടൊരു സോഫ്റ്റ് ഡ്രിങ്ക്സോ ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുടിക്കാനാണ് എനിക്ക് പൊതുവേ ഇഷ്ടം. നോർമൽ ഡ്രിങ്കിങ് വാട്ടർ അങ്ങനെ ഒരുപാട് കുടിക്കാറുള്ള ഒരാളല്ല. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ ആ ഒരു ടൈപ്പ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. സോ ആ ഒരു ആറ്റിറ്റ്യൂഡിന്, പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷനിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിനോടുള്ള മാഡത്തിൻ്റെ ഒപ്പീനിയൻ എങ്ങനെയാണ്? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ഇപ്പോൾ നമുക്ക് കൂടുതലും കാണുന്ന ഒരു പ്രശ്നമാണ്. എല്ലാവരും കൂടുതലും സോഫ്റ്റ് ഡ്രിങ്ക്സിലോട്ടോ എന്തെങ്കിലും മിൽക്ക് ഷേക്ക് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് കൂടുതൽ കുടിക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും വെള്ളം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ബാക്കി കാര്യങ്ങൾ കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തുള്ള കണ്ടൻസ് നമ്മൾ അറിയത്തില്ല. നമ്മൾ ടേസ്റ്റ് കാരണം നമ്മൾ കൂടുതൽ എടുക്കും അത്. പക്ഷെ അതിനകത്ത് ഹൈ ഇതുപോലെ സോഡിയം, ഷുഗർ, പിന്നെ ഫ്രക്ടോസ്, കോൺ സിറപ്പ് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ടേസ്റ്റ് കൂട്ടാനായിട്ട് അവർ ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിനോട് ഒരു തരം അഡിക്ഷനും ഉണ്ടാവും. അത് മാത്രമല്ല ഇതിനകത്തുള്ള ഹൈ ഷുഗർ നമുക്ക് ഡയബറ്റീസും പിന്നെ ഹാർട്ട് ഡിസീസും ഹൈ യൂറിക് ആസിഡും ഉണ്ട് അതിനകത്തൊക്കെ. അപ്പോൾ അതെല്ലാം നമ്മൾ ബാക്കി ഡിസീസൊക്കെ കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ദാഹം കുറവാണെങ്കിൽ നമ്മൾ ആ ദാഹത്തിനനുസരിച്ച് മഴക്കാലം ആകുമ്പോൾ നമുക്ക് വേർപ്പ് കുറവായിരിക്കും. ശരിക്കും നമ്മൾ ദാഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി തന്നെ തരുന്ന ഒരു സിഗ്നലാണ്. അപ്പോൾ ആ സിഗ്നൽ തോന്നുമ്പോൾ, ശരിക്കും ദാഹം തോന്നുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ചാൽ മതി. എന്നാലും നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ച് നമ്മളൊരു മിനിമം വെള്ളം എടുത്തിരിക്കണം. ഇപ്പോൾ ഒരു 60 കിലോ ഉള്ള ഒരാൾ ഒരു 2 ലിറ്ററെങ്കിലും കുടിച്ചിരിക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറാം. പക്ഷെ എന്നാലും എസ്പെഷ്യലി പ്രായമുള്ള ആൾക്കാർക്ക് അത്രയും ദാഹം അറിയത്തില്ല. അപ്പോൾ അവർക്ക് നമ്മൾ കൃത്യമായിട്ട് ഈ amount കൊടുത്തിരിക്കണം ദാഹം ഇല്ലെങ്കിൽ. അതുപോലെ സ്റ്റോൺസ് ഉള്ള ആൾക്കാർ വെള്ളത്തിൻ്റെ ആ ഒരു നമ്മൾ പറയുന്ന amount കുടിച്ചിരിക്കണം. അല്ലാതെ നമ്മൾ മഴക്കാലത്ത് കുറച്ച് വെള്ളം കുറച്ച് കുടിച്ചെന്നും പറഞ്ഞ് വലിയ പ്രശ്നമില്ല. പക്ഷെ ബാക്കി ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും അതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.